നമസ്കാരം കൂട്ടുകാരെ, 2023 പുറത്തിറങ്ങിയ ഒരു തായ്വാനീസ് ചലച്ചിത്രം ദി പിഗ്, ദി സ്നേക്ക് ആൻഡ് ദി പീജിയൻ എന്നാണ് ഈ ചലച്ചിത്രത്തിന്റെ പേര്. വലിയൊരു ഗ്യാങ്സ്റ്ററായി പിടികിട്ടാപ്പുള്ളിയായി ഒളിച്ചു താമസിക്കുന്ന ഒരാൾക്ക് ഒരു ഡോക്ടറിൽ നിന്നും ഒരു വിവരമെത്തുകയാണ്. അയാൾക്ക് സ്റ്റേജ് 4 ക്യാൻസർ ആണത്രേ. മരണം അടുത്തെത്തിയെന്നറിഞ്ഞതും അയാൾ എന്തായാലും ഇനിയിപ്പോ വലിയ കാര്യമില്ലല്ലോ ജീവിച്ചിട്ട് എന്ന് ചിന്തിച്ച് പോലീസിൽ സറണ്ടർ ചെയ്യാൻ തീരുമാനിക്കുന്നു. അവിടെ എത്തിയപ്പോഴാണ് പിടികിട്ടാപ്പുള്ളികളുടെ ലിസ്റ്റിൽ 3-ാം സ്ഥാനമാണ് തനിക്കുള്ളത് എന്നയാൾ അറിയുന്നത്. അതോടെ തന്റെ മുമ്പിലുള്ള 2 പിടികിട്ടാപ്പുള്ളികളായ ക്രിമിനലുകളെയും കണ്ടെത്തി അവരെ കൂടി വകവരുത്താൻ 3-ാമനായ ആ ക്രിമിനൽ ആലോചിക്കുകയാണ്. അയാൾക്കതിന് സാധിച്ചോ, പിന്നീടെന്ത് സംഭവിച്ചു എന്നതൊക്കെയാണ് രസകരമായ ചലച്ചിത്രത്തിന്റെ കഥ. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് കുയിലിൻ എന്ന പേരുള്ള ഒരു ഗ്യാങ്സ്റ്ററെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവിടുത്തെ ഗ്യാങ്സ്റ്റേഴ്സിനിടയിൽ ഒട്ടും ഭയമില്ലാത്തവൻ എന്ന രീതിയിലായിരുന്നു കുയിലിൻ അറിയപ്പെട്ടിരുന്നത്. തനിക്കെതിരെ വരുന്ന, തന്റെ ജീവിതത്തിൽ തടസ്സമുണ്ടാക്കുന്ന ഏതൊരാളെയും കൊന്നുതള്ളാൻ കുയിലിന് ഒരു മടിയുമില്ല. കുയിലിൻ അന്ന് ഒരു ഗ്യാങ്സ്റ്റർ ബോസിന്റെ ഫ്യൂണറൽ ചടങ്ങുകൾക്ക് വന്നിരിക്കുകയായിരുന്നു. പക്ഷേ കുയിലിൻ അവിടെ വന്നതിന് ചില ഉദ്ദേശങ്ങളുമുണ്ട്. ഫ്യൂണറൽ ചടങ്ങുകളിൽ പങ്കെടുക്കുക മാത്രമല്ല, അവിടെ എത്തുന്ന മറ്റൊരു മാഫിയ ബോസിനെ അന്നവന് വകവരുത്തണം. ആരും അത് പ്രതീക്ഷിക്കുന്നുമുണ്ടായിരുന്നില്ല. ചടങ്ങുകൾക്കിടയിൽ വെച്ച് കുയിലിൻ വിദഗ്ധമായി ആ മാഫിയ ബോസിനെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. ക്യാപ്റ്റൻ ചെൻലോങ്ങിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമായിരുന്നു അവിടെ നിരീക്ഷണത്തിനുണ്ടായിരുന്നത്. തന്റെ ടാർഗറ്റിനെ വകവരുത്തി കുയിലിൻ മടങ്ങിപ്പോകുന്നത് ചില പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതോടെ അവർ കുയിലിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുകയാണ്. ക്യാപ്റ്റൻ ചെൻലോങ് കുയിലിനെ കണ്ടെത്തിയിരുന്നു. അവർ തമ്മിൽ ശക്തമായ ഫൈറ്റുണ്ടായി. ഫൈറ്റിൽ ക്യാപ്റ്റൻ ചെങ്ങിനെ അടിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ കുയിലിൻ ശ്രമിക്കുകയാണ്. ക്യാപ്റ്റൻ ചെങ്ങ് വിടുമോ? ചെങ്ങ് കുയിലിനെ ചേസ് ചെയ്യാൻ ആരംഭിച്ചു. വീണ്ടും ഫൈറ്റുണ്ടായി. പക്ഷേ കൂടുതൽ ശക്തനെന്ന് തെളിയിച്ച കുയിലിൻ ക്യാപ്റ്റൻ ചെന്നിനെ അടിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. ഫൈറ്റിനിടയിൽ ക്യാപ്റ്റൻ ചെന്നിന്റെ കണ്ണിന് പരിക്കേൽക്കുകയും ഒരു കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്തു. കുയിലിൻ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അതോടെ കുയിലിൻ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ടു. പിന്നീട് 4 കൊല്ലത്തിന് ശേഷം അണ്ടർവേൾഡ് ഡോക്ടറായി പ്രവർത്തിക്കുന്ന ചാൻ എന്ന സ്ത്രീ കുയിലിനെ കോണ്ടാക്ട് ചെയ്യുകയാണ്. കുയിലിന്റെ മുത്തശ്ശി ട്യൂമർ റിമൂവൽ സർജറിക്കായി ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ആ വിവരം അവർ അവനെ വിളിച്ചറിയിച്ചു. പക്ഷേ പിടികിട്ടാപ്പുള്ളിയായി ഒളിച്ചു താമസിക്കുന്ന കുയിലിന് അങ്ങനെ എളുപ്പം പുറത്തുവരാൻ സാധ്യമല്ലല്ലോ. എന്നിരുന്നാലും അവൻ സർജറി നടക്കുന്ന ഇടത്തേക്ക് വന്നു. നിർഭാഗ്യവശാൽ വളരെ അപകടം നിറഞ്ഞ ആ ശസ്ത്രക്രിയയിൽ കുയിലിന്റെ മുത്തശ്ശി മരണപ്പെട്ടിരുന്നു. കുയിലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരേ ഒരു ബന്ധുവായിരുന്നു അവർ. പിന്നീട് ഡോക്ടർ ചാനും കുയിലിനും അടുത്തുള്ളൊരു തട്ടുകടയിൽ വൈകിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നു. ആ സമയം മുത്തശ്ശിയുടെ പക്കലുണ്ടായിരുന്ന അവരുടെ സമ്പാദ്യമായിട്ടുള്ള അവസാന വസ്തുക്കൾ ഡോക്ടർ ചാൻ കുയിലിനെ കൈമാറി. കുറച്ചധികം പണവും ഒരു റിസ്റ്റ് വാച്ചുമായിരുന്നു അത്. പിങ്ക് കളറിലുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു റിസ്റ്റ് വാച്ച്. പിക് തീമിലുള്ള ആ റിസ്റ്റ് വാച്ച് മുത്തശ്ശിയുടെ ഓർമ്മയ്ക്കായി കുയിലിൻ തന്റെ കയ്യിൽ ധരിച്ചു. പണവും ഏറ്റുവാങ്ങി. ആ ഇടയ്ക്ക് കുയിലിനും ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിരുന്നു. അതിന്റെ റിസൾട്ടും ഡോക്ടർ ചാൻ കുയിലിന്റെ മുമ്പിലേക്ക് വെച്ചു. ശേഷം പറഞ്ഞു, കുയിലിന് സ്റ്റേജ് 4 ക്യാൻസർ ആണ്. തുടർച്ചയായ പുകവലിയാണ് അവനെ ആ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി 3 മാസം കൂടിയേ കുയിലിനെ ആയുസുണ്ടാവുകയുള്ളൂ. അത് കേട്ട് കുയിലിൻ ആകെ വല്ലാതായിരുന്നു. കുയിലിനോട് യാത്ര പറഞ്ഞ് ഡോക്ടർ ചാൻ അവിടെ നിന്ന് പോന്നു. പോരുന്ന വഴിയിൽ ഡോക്ടർ ചാനിനെ ക്യാപ്റ്റൻ ചെൻ വന്ന് കാണുകയാണ്. അണ്ടർവേൾഡുമായി കണക്ഷൻസ് ഉള്ള ഡോക്ടർ ചാനിനടുക്കൽ കുയിലിനെ പറ്റി വല്ല വിവരവുമുണ്ടോ എന്ന് ക്യാപ്റ്റൻ തിരക്കുന്നു. കൂട്ടത്തിൽ കുയിലിന്റെ മുത്തശ്ശിയുടെ മരണത്തെപ്പറ്റിയും ചോദിക്കുന്നുണ്ട്. പക്ഷേ സംശയമൊന്നുമില്ലാതെ തനിക്ക് അയാളെ പരിചയമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ചാൻ ഒഴിഞ്ഞു പോരുകയാണ്. മറുവശത്ത് ആസന്നമായ തന്റെ മരണത്തെപ്പറ്റി കുയിലിൻ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. മുന്നിലേക്ക് എന്തു വേണം എന്നതിലൊരു തീരുമാനമെടുക്കാൻ അവനൊരു ആരാധനാലയത്തിന്റെ മുമ്പിലെത്തി. അവിടെ വെച്ച് പകിടയിട്ട് തന്റെ ഭാവി എന്തു വേണം എന്ന് തീരുമാനിക്കാൻ ആരംഭിച്ചു. ഉദ്ദേശിക്കുന്ന നമ്പർ വീണാൽ അവൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ മുമ്പോട്ട് ജീവിക്കും. കയ്യിലുള്ള ഡേയ്സുകൾ അവൻ പല ഉരുവിട്ടു. പക്ഷെ ഓരോ തവണയും ജീവിക്കണം എന്ന തരത്തിലായിരുന്നു ഡയസ് വീണത്. എന്തായാലും ഇനി കുറച്ചു നാളുകളെയുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ചെയ്യാം എന്ന് കുയിലിൻ ചിന്തിക്കുകയാണ്. അടുത്ത ദിവസം കുയിലിൻ നേരെ സ്റ്റേഷനിലേക്ക് കയറി ചെന്നു. പക്ഷേ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് താടിയൊക്കെ വെച്ചിട്ടുള്ള കുയിലിനെ പെട്ടെന്ന് മനസ്സിലായതേയില്ല. പരാതി എന്തോ പറയാമെന്ന സാധാരണക്കാരനാണ് എന്ന് ചിന്തിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ കുയിലിനോട് അല്പം ധാർഷ്ട്യത്തോടെ ലൈനിൽ വെയിറ്റ് ചെയ്യാനൊക്കെ പറയുകയാണ്. അവിടെ നിൽക്കുമ്പോഴാണ് കുയിലിൻ ആ കാഴ്ച
കാഴ്ച കാണുന്നത് പോലീസ് സ്റ്റേഷനിലെ പിടികിട്ട പുള്ളികളുടെ വാണ്ടഡ് ലിസ്റ്റിൽ തന്റെ പേരും സ്ഥാനവുമുള്ളത് 3-ാം സ്ഥാനത്താണെന്ന കാര്യം. അവന് മുമ്പിലായി ഹോങ്കി എന്നും ബുൾഹെഡ് എന്നും വിളിക്കപ്പെടുന്ന 2 ഫേമസ് ക്രിമിനലുകൾ പിടികിട്ട പുള്ളികളുണ്ട്. അത് കണ്ടതും പെട്ടെന്ന് വിചിത്രമായൊരു ആഗ്രഹം കുയിലിന്റെ മനസ്സിലേക്ക് വരുന്നു. എന്തായാലും 3 മാസത്തോളമേ ജീവിച്ചിരിക്കൂ. അങ്ങനാണെങ്കിൽ മരിക്കുമ്പോൾ താനായിരിക്കണം ഈ നഗരത്തിലെ ഏറ്റവും വലിയ പിടികിട്ടാപ്പുള്ളി, ഏറ്റവും വലിയ ക്രിമിനൽ. 3-ാം സ്ഥാനത്തുള്ള തന്റെ പേര് 1-ാം സ്ഥാനത്തെത്തണം. അതിനുള്ള ഒരേ വഴി പിടികിട്ടാപ്പുള്ളികളായി തന്റെ മുമ്പിലുള്ള മറ്റ് 2 ക്രിമിനലുകളെയും അങ്ങ് കൊന്നു തള്ളുക എന്നതാണ്. അതോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന കുയിലിൻ തന്റെ ഒരു കൂട്ടുകാരനെ ചെന്ന് കണ്ടു. ഗ്യാങ്സ്റ്റർ സുഹൃത്തായി അവനെടുക്കൽ തന്റെ ആഗ്രഹം പറഞ്ഞു. പിടികിട്ടാപ്പുള്ളികളായി അവരെപ്പറ്റി വിവരമറിയാനുള്ള സോഴ്സിനെ പറ്റി തിരക്കി. ഒടുവിൽ അതറിയാനുള്ള ഒരേ ഒരു വഴി അണ്ടർവേൾഡ് ഡോക്ടറായ ഡോക്ടർ ചാനാണെന്ന് കുയിലിൻ മനസ്സിലാക്കുകയാണ്. ഡോക്ടർ ചാന്റെ മകനെ ചെറിയ തോതിൽ ബന്ദിയാക്കി കുയിലിൻ ഡോക്ടർ ചാന്റെ മുമ്പിലെത്തുന്നു. ഡോക്ടർ ചാനെ ഭീഷണിപ്പെടുത്തി പിടികിട്ടാപ്പുള്ളികളായ ആ 2 ക്രിമിനലുകളെ പറ്റിയും കുയിലിൻ തിരക്കുകയാണ്. കൂട്ടത്തിൽ നഗരത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ ആവാനുള്ള തന്റെ ആഗ്രഹവും അവൻ പങ്കുവെച്ചു. ആദ്യമൊക്കെ ഡോക്ടർ ചാൻ മടിച്ചെങ്കിലും തന്റെ മകന്റെ സുരക്ഷയോർത്ത് ഒടുവിൽ തനിക്കറിയാവുന്ന വിവരങ്ങൾ ഡോക്ടർ ചാൻ കുയിലിനോട് പങ്കുവെക്കുകയാണ്. ഭാഗ്യവശാൽ 2ാമത്തെ ഫുജിറ്റീവായ ഹോങ്കിക്കുള്ള ഒരു നെർവ് കണ്ടീഷനെ തുടർന്ന് പെയിൻ കില്ലേഴ്സ് വാങ്ങുവാൻ തുടർച്ചയായി ഡോക്ടർ ചാനിനടുക്കൽ ആളെ അയക്കാറുണ്ടായിരുന്നു. കയ്യിലുള്ള സ്നേക്ക് ടാറ്റു വെച്ച് അയാളെ തിരിച്ചറിയാൻ സാധിക്കും. അയാളിപ്പോൾ ഏതോ ഒരു സെലൂൺ മറയാക്കി വെച്ച് അതിന്റെ മറവിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നത്. പിന്നാലെ കുയിലിൻ പിടികിട്ടാപ്പുള്ളിയായ ആദ്യത്തെ ക്രിമിനലിനെ പറ്റി ചോദിച്ചു. ലോഹോ എന്ന് വിളിക്കപ്പെടുന്ന ബുൾഹെഡ് എന്ന പേരുള്ള പിടികിട്ടാപ്പുള്ളി ലിസ്റ്റിലെ ആദ്യത്തെ ക്രിമിനൽ. പക്ഷേ അയാളെപ്പറ്റി ഒരുപാട് വിവരങ്ങൾ ഡോക്ടർ ചാനിന് അറിയാൻ പാടുണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് അയാളുടെ അമ്മയുടെ ഒരു സിഗ്നോട്ട് മാത്രമായിരുന്നു. അത് വെച്ച് എന്തെങ്കിലും അന്വേഷിക്കാൻ പറ്റുമോ എന്നറിയാൻ കുയിലിൻ അത് വാങ്ങി. വിവരങ്ങൾ കിട്ടിയതും പറഞ്ഞ പോലെ ഡോക്ടർ ചാനിന്റെ മകനെ കുയിലിൻ മോചിപ്പിക്കുകയും ചെയ്തു. ഹോങ്കിയെപ്പറ്റി വിവരം ലഭിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഹോങ്കിയെ നിരീക്ഷിക്കാൻ ആദ്യഘട്ടത്തിൽ കുയിലിൻ തീരുമാനിക്കുന്നു. ഹോങ്കി തന്റെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് മറയാക്കുന്ന സലൂണിനെതിരെയുള്ള ഹോട്ടലിൽ കുയിലിൻ റൂമെടുക്കുകയാണ്. ശേഷം ഹോങ്കിയുടെ പ്രവൃത്തികൾ അവൻ നിരീക്ഷിക്കാനും തുടങ്ങി. ഡോക്ടർ പറഞ്ഞ പോലെ സെലൂൺ ഹോങ്കിക്ക് തന്റെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്കുള്ള മറയായിരുന്നു. ആ സെലൂൺ നടത്തുന്നത് മെയ് എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുടെ പേരിലാണ്. മെയ്യും അവിടെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം പകലിൽ ഒരു സാധാ കസ്റ്റമറെ പോലെ ക്വീൻലി മെയ്യുടെ സെലൂണിലേക്ക് ചെല്ലുന്നു. മെയ് ക്വീൻലിയെ അറ്റൻഡ് ചെയ്തു. പക്ഷേ തൊട്ടു പിന്നാലെയായിരുന്നു ഹോങ്കിയും ആളുകളും അങ്ങോട്ടേക്ക് കയറി വന്നത്. വന്നപാടെ മെയ്യോട് അകത്തു പോകുവാൻ ഹോങ്കി പറഞ്ഞു. ശേഷം ഒരു ബാർബറെ പോലെ ക്വീൻലിയുടെ അടുത്തു ചെന്നു. ശേഷം ക്വീൻലിയോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം മുതൽ നീ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നതൊക്കെ ഞാൻ കണ്ടില്ലെന്ന് കരുതിയോ? പക്ഷെ എനിക്കൊരു തെറ്റുപറ്റി. നീ നോക്കുന്നതൊക്കെ ആ പെണ്ണിനെയായിരിക്കുന്ന ഞാൻ കരുതിയേ. അങ്ങനല്ലെന്ന് നീ ഇപ്പോ ആ പെണ്ണിനോട് സംസാരിക്കുന്ന കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും ഹോങ്കി ഒരു വാണിംഗ് എന്ന പോലെ കുയിലിന്റെ പിരികത്തിൽ ഒരു മുറിപ്പാട് തീർത്തിരുന്നു. ഭാഗ്യവശാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോലീസുകാർ കയറി വന്നു. ആ ഒരു അവസരം നോക്കി അങ്ങോട്ടേക്ക് വന്ന മെയ് കുയിലിനോട് രക്ഷപ്പെട്ടു പോകാൻ പറഞ്ഞു. രക്ഷപ്പെട്ടു പോന്ന കുയിലിൻ തന്റെ റൂമിലേക്ക് എത്തിയപ്പോൾ കണ്ടത് അവിടെ മുഴുവൻ അലങ്കോലമായി കിടക്കുന്നതായിരുന്നു. തന്റെ സാധനങ്ങൾ കാറിലേക്ക് എടുത്തുവെച്ച് കുയിലിൻ രാത്രി വരെ കാത്തിരുന്നു. ക്യാൻസർ മെഡിക്കേഷൻ ഒക്കെ എടുത്ത ശേഷം രാത്രിയിൽ ഹോങ്കിയെ ആക്രമിക്കാൻ കുയിലിൻ തീരുമാനിക്കുകയാണ്. അന്ന് രാത്രിയിൽ അത്തരമൊരു അവസരം കുയിലിന് ലഭിച്ചു. മെയ്യെ പീഡിപ്പിക്കുവാൻ തന്റെ ആളുകളെ അകറ്റി നിർത്തി ഹോങ്കി നിന്ന സമയത്തായിരുന്നു കുയിലിൻ ആക്രമിക്കുന്നത്. അവർ തമ്മിൽ നല്ലൊരു ഫൈറ്റ് തന്നെ നടന്നു. കുയിലിന്റെ ആക്രമം പ്രതീക്ഷിച്ചിരുന്ന ഹോങ്കിയും അല്പം പ്രിപ്പയർഡായിരുന്നു. കുയിലിനെ പറ്റി വിവരം ലഭിച്ച് അതേസമയം അങ്ങോട്ടേക്ക് ക്യാപ്റ്റൻ ചെന്നും വന്നെത്തിയിരുന്നു. ഫൈറ്റിനിടയിൽ രക്ഷപ്പെട്ടോടിയ ഹോങ്കിക്ക് പിന്നാലെ പായുന്ന കുയിലിനെ ക്യാപ്റ്റൻ ചെൻ കാണുകയാണ്. 2 പിടിയിട്ട പുള്ളികളും ക്രിമിനലുകളും തന്റെ കൺമുമ്പിൽ അങ്ങനെ ഓടുന്നു കണ്ട് ക്യാപ്റ്റൻ ചെൻ അവരെ പിടിക്കാൻ അവരുടെ പിന്നാലെ വെച്ചുപിടിക്കുന്നു. ക്യാപ്റ്റൻ ചെന്നിന് കുയിലിനോട് കൂടുതൽ പകയുമുണ്ട്. അവൻ കാരണമാണല്ലോ 4 കൊല്ലം മുമ്പ് ക്യാപ്റ്റൻ ചെന്നിന്റെ ഒരു കണ്ണുപോയത്. കുയിലിനും ക്യാപ്റ്റൻ ചെന്നും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ സംഭവിച്ചു. പക്ഷേ അതിലും വിജയിച്ചത് കുയിലിൻ തന്നെയായിരുന്നു. ആ പ്രോസസ്സിൽ ക്യാപ്റ്റൻ ചെന്നിന്റെ കാലൊടിയുകയും ചെയ്തു. ശേഷം കുയിലിൻ വീണ്ടും ഹോങ്കിയെ പിന്തുടരാൻ ആരംഭിക്കുകയാണ്. അവർ എത്തിച്ചേർന്നത് ഒരു വെയർ ഹൗസിലേക്കായിരുന്നു. അവിടെ വെച്ച് ശക്തമായൊരു ഫൈറ്റ് നടന്നു. ഹോങ്കിയെ
കുയിലിൻ അവിടെ വെച്ച് വകവരുത്തി. ശേഷം തിരികെ എത്തിയ കുയിലിൻ ഹോങ്കി പീഡിപ്പിക്കാൻ വേണ്ടി ബ്രൂട്ടലായി വെച്ചിരുന്ന മെയ്യെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. ഹോങ്കിയുടെ മറ്റ് കയ്യാളുകളെയും കുയിലിൻ വകവരുത്തി കളഞ്ഞു. ശേഷം മെയ്യെയും കൂട്ടി സുരക്ഷിതമായി കുയിലിൻ ഒരു കടൽ തീരത്തേക്ക് പോയി. അവിടെ ഇരുന്ന് മെയ്യുമായി കുറച്ചുനേരം സംസാരിച്ചു. പോലീസിനോട് ഹോങ്കിയെയും ആളുകളെയും താൻ കൊന്നുവെന്ന് പറയണമെന്നും താൻ മറ്റൊരിടത്തേക്ക് പോവുകയാണെന്നും കുയിലിൻ വ്യക്തമാക്കി. മെയ്യ ആ സമയം ഹോങ്കി തന്റെ ഫോസ്റ്റർ പാരന്റ് ആയിരുന്നുവെന്നും തന്നെ അയാൾ സെക്ഷലി അടക്കം ഉപദ്രവിക്കാൻ നോക്കുകയായിരുന്നുവെന്നും തന്നെ രക്ഷിച്ചതിന് നന്ദിയുണ്ട് എന്നും അവൾ അവനോട് പറയുകയാണ്. കുയിലിൻ മറ്റൊരു സത്രത്തിലേക്ക് പോയി. അവിടുത്തെ മുറിയിൽ താമസിച്ച് TV കാണുന്ന സമയം ഹോങ്കിയുടെ കൊലപാതകത്തെ പറ്റിയുള്ള വിവരങ്ങളും അതിലൂടെ ക്രിമിനൽ എന്ന രീതിയിൽ തന്റെ നിലയുയരുന്നതും കുയിലിൻ നോക്കിക്കണ്ടു. അതൊക്കെ കണ്ട് കുയിലിന് ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട്. ഒന്നാം സ്ഥാനത്തെത്തണമെങ്കിൽ ഇനി ബുൾഹെഡിനെ കൂടി വകവരുത്തണം. അതോടെ തായ്വാനിലെ ഏറ്റവും വലിയ ക്രിമിനലായി അവന് മാറാൻ സാധിക്കും. ഡോക്ടർ ചാനിൽ നിന്നും ലഭിച്ച ബുൾഹെഡിന്റെ അമ്മയുടെ മെഡിക്കൽ കുറിപ്പുമായി ഒരിടത്തേക്ക് കുയിലിൻ യാത്ര ചെയ്ത് ചെല്ലുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ കുയിലിൻ ആ റിപ്പോർട്ട് കാർഡ് കൊടുത്ത് അതിന്റെ വിവരങ്ങൾ തിരക്കി. ആ സമയം ബുൾഹെഡിന്റെ അവിടുണ്ടായിരുന്ന അമ്മ മരണപ്പെട്ടുവെന്നും അവരുടെ ചിതാഭസ്മം സൂക്ഷിച്ചിട്ടുണ്ട്, അത് ബന്ധുക്കളുടെ അടുത്ത് എത്തിക്കാമോ എന്നുള്ള ചോദ്യവുമായിരുന്നു അവരുടെ പരിചയക്കാരൻ എന്ന് പറഞ്ഞു ചെന്ന് കുയിലിനെ തേടിയെത്തുന്നത്. യാത്ര ചെയ്ത് അതിലെ അഡ്രസ്സിലേക്ക് കുയിലിൻ എത്തിച്ചേരുന്നു. പക്ഷെ അതൊരു ആശ്രമം പോലൊരിടമായിരുന്നു. ഒരു പുതിയ മതം പ്രചരിപ്പിക്കുകയും ആൾ ദൈവത്തിന്റെ പിൻഗാമികളായി ആളുകൾ ജീവിക്കുകയും ചെയ്യുന്ന ഇടം. കുയിലിൻ അവിടെ ഹാർദവമായി സ്വാഗതം ചെയ്യപ്പെട്ടു. അവന് നല്ല രുചികരമായ ഭക്ഷണവും നൽകപ്പെട്ടു. ശേഷം അവിടുത്തെ ആത്മീയ നേതാവിന്റെ പ്രഭാഷണ യോഗത്തിൽ കുയിലിൻ പങ്കെടുക്കുകയാണ്. പ്രഭാഷണ മധ്യത്തിൽ കുയിലിൻ പെട്ടെന്ന് കറുത്ത ചോര ഛർദ്ദിക്കാൻ തുടങ്ങി. ഉടനടി കുയിലിൻ അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റപ്പെടുന്നു. കുയിലിന് ക്യാൻസർ ഉണ്ട് എന്ന രീതിയിൽ അവിടുത്തെ ഡോക്ടർ പറയുകയാണ്. ആത്മീയ നേതാവ് കുയിലിന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. കുയിലിൻ തങ്ങളുടെ ആത്മീയ സംഘത്തിലെ മെമ്പറായാൽ എല്ലാം ത്യജിച്ച് ദൈവസന്നിധിയിലേക്ക് വന്നാൽ കുയിലിന്റെ രോഗം ഭേദപ്പെടും എന്നൊക്കെ പറഞ്ഞ് ആത്മീയ നേതാവ് കുയിലിനെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. അവന്റെ റീകവറി പീരീഡിൽ ആത്മീയ നേതാവ് വന്ന് കുയിലിൻ ബുൾഹെഡിനെ പറ്റി ചോദിച്ചപ്പോൾ ഇവിടുണ്ടായിരുന്ന ലൂഹു എന്ന ബുൾഹെഡ് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടെന്നും അവസാന കാലത്ത് എല്ലാ തെറ്റുകളും ഒഴിവാക്കി ദൈവത്തിങ്കിലേക്ക് മടങ്ങി ജീവിച്ച അവനെ ഇവിടാണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്നും പറയുകയും ഒരു കുഴിമാടം ബുൾഹെഡിന്റേതെന്ന് പറഞ്ഞ് കുയിലിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ബുൾഹെഡിനെയും കൊന്ന് വലിയ ക്രിമിനലാവണം എന്ന് ചിന്തിച്ചു നടന്നിരുന്ന കുയിലിന് അതോടെ ലക്ഷ്യമില്ലാതാവുകയാണ്. കൂട്ടത്തിൽ മതനേതാവിന്റെ ബ്രെയിൻ വാഷ് കൂടിയാകുമ്പോൾ തന്റെ പാപങ്ങളൊക്കെ അവിടെ കഴുകി തീർത്ത് ആരാധനാ കർമ്മങ്ങളിലൂടെ കടന്നുപോയി ഒരു ഫ്രീ സ്പിരിറ്റ് ആകുവാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് സ്വർഗസ്ഥാനീയനായി മടങ്ങിച്ചെല്ലുവാൻ കുയിലിൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ പുതിയ മതത്തിന്റെ ഭാഗമാകുവാൻ കുയിലിൻ ആരാധനാ കർമ്മങ്ങളിലൂടെ കടന്നുപോയി. പിന്നാലെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ കണ്ടത് കുയിലിന്റെ രോഗം ക്യാൻസർ ഇല്ലാതായിരിക്കുന്ന തരത്തിലായിരുന്നു. കുയിലിനെ അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. അതോടെ ആ മതത്തിൽ കുയിലിന്റെ വിശ്വാസം വർദ്ധിക്കുകയാണ്. മതത്തിന്റെ അടുത്ത ഘട്ടം സ്വയം ത്യാഗം ചെയ്യലാണ്. കയ്യിലുള്ള പണവും താവര ജംഗമ വസ്തുക്കളടക്കം എല്ലാം പൂർണ്ണമായും കത്തിച്ച് നശിപ്പിച്ചു കളയണം. കയ്യിലുണ്ടായിരുന്ന മുത്തശ്ശിയുടെ അവസാന സമ്പാദ്യമായ ആ പണവും മുത്തശ്ശിയുടെ പിങ്ക് വാച്ചും അവൻ കത്തിക്കാൻ വേണ്ടി മതനേതാവ് പറഞ്ഞ തീ കത്തുന്ന ഒരു ലോക്കറിനകത്തേക്ക് വെച്ചടയ്ക്കുന്നു. പൂർണ്ണമായും കുയിലിൻ ആ മതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരുന്നു. അടുത്തൊരു ദിവസം മറ്റൊന്ന് സംഭവിക്കുകയാണ്. ആരാധനാ കർമ്മങ്ങൾക്കെത്തിയ ഒരു ഫാമിലിയിലെ പയ്യൻ പെട്ടെന്ന് കറുത്ത രക്തം ഛർദ്ദിക്കുന്നു. ഉടനടി അവിടുത്തെ ആശുപത്രിയിലേക്ക് ആ പയ്യനെ കൊണ്ടുപോവുകയാണ്. കുയിലിനും അങ്ങോട്ടേക്ക് ചെന്നിരുന്നു. അവിടെ വെച്ച് ചില കള്ളത്തരങ്ങൾ കുയിലിൻ നേരിട്ട് കാണുന്നു. ആ കുട്ടിക്ക് സുഖമില്ലെന്ന് വരുത്തി തീർക്കാൻ ഒരു ഫേക്ക് എക്സ്റേ റിപ്പോർട്ട് ആ കുട്ടിയുടെ അമ്മയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതും ആ കുട്ടി രോഗിയാണ് എന്ന തരത്തിൽ വരുത്തി തീർക്കുന്നതുമായിരുന്നു അത്. ആ കുട്ടിയുടെ അമ്മയെ മതത്തിലേക്ക് ആകർഷിച്ച് മതത്തിന്റെ മെമ്പറാക്കുവാനും അതുവഴി അല്പം പണമുള്ള അവരിൽ നിന്ന് പണം നേടിയെടുക്കാനുമാണ് മതനേതാവ് ശ്രമിക്കുന്നത് എന്ന് കുയിലിൻ പെട്ടെന്ന് തിരിച്ചറിയുകയാണ്. വൈകാതെ ആ കുട്ടി കറുത്ത രക്തം ഛർദ്ദിക്കാൻ കാരണം ആ കുട്ടിയുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയതാണെന്നും കുയിലിൻ അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ടുപേർ സംസാരിക്കുന്നത് രഹസ്യമായി കേട്ട് തിരിച്ചറിയുകയും ചെയ്യുന്നു. സംശയം തോന്നിയ കുയിലിൻ അവിടുത്തെ ആത്മീയ നേതാവിന്റെ മതനേതാവിന്റെ മുറി പരിശോധിക്കാൻ ചെല്ലുകയാണ്. മുറിക്കുള്ളിൽ നിന്ന് മറ്റൊരു ലക്ഷറി മുറിയിലേക്ക് തുറക്കുന്ന രഹസ്യവാതിൽ കുയിലിൻ കണ്ടെത്തുന്നു. അങ്ങോട്ടേക്ക് കടന്നു ചെന്നപ്പോഴാകട്ടെ അവിടുത്തെ മതവിശ്വാസികൾ ലോക്കറിൽ വെച്ച് കത്തിക്കാൻ വെക്കുന്ന
അവരുടെ വസ്തുക്കളൊക്കെയും സുരക്ഷിതമായി അവിടെ സൂക്ഷിക്കുന്ന കാഴ്ചയായിരുന്നു ക്വീൻലിന് കാണാൻ സാധിക്കുന്നത്. അവിടെ നടക്കുന്ന തട്ടിപ്പുകൾ ക്വീൻലിൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. ഇതേ സമയം കറുത്ത രക്തം ഛർദ്ദിച്ച് ആ കുട്ടിയുടെ അമ്മയെ പാപമോചനം നടത്തി മതത്തിലേക്ക് കൂട്ടുന്ന ആദ്യ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. ക്വീൻലിൻ അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. താൻ കണ്ടെത്തിയ കാര്യങ്ങൾ പറഞ്ഞ് ആത്മീയ നേതാവിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവിടുത്തെ മതനേതാവിനെ കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന ആ വിശ്വാസികൾ ക്വീൻലിനെ കടന്നാക്രമിക്കുകയായിരുന്നു ചെയ്തത്. ക്വീൻലിന് ശക്തമായ പരിക്കേറ്റു. ക്വീൻലിൻ ചെയ്തത് മതവിശ്വാസം അനുസരിച്ച് വലിയ തെറ്റാണ് എന്ന് കൽപ്പിച്ച മതനേതാവ് ജീവനോടെ ക്വീൻലിനെ കുഴിച്ചുമൂടാൻ ഉത്തരവിടുകയും ചെയ്യുന്നു. ക്വീൻലിനെ അവർ കൊണ്ടുപോയി അല്പം ദൂരെയൊരിടത്ത് ജീവനോടെ കുഴിച്ചുമൂടി. എന്നിരുന്നാലും തന്റെ കഠിന പരിശ്രമത്തിനൊടുവിൽ ക്വീൻലിൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നു. മതനേതാവിന്റെ തട്ടിപ്പുകൾ പൂർണ്ണമായും മനസ്സിലായതും ക്വീൻലിൻ അങ്ങോട്ടേക്ക് എത്തുന്നതിനു മുമ്പ് താൻ കുഴിച്ചിട്ട തോക്ക് കയ്യിലാക്കി. ശേഷം ചെന്ന് മതനേതാവ് പറഞ്ഞ ബുൾഹെഡിന്റെ കുഴിമാടം അവൻ കുത്തിത്തുറന്ന് പരിശോധിക്കുകയാണ്. പക്ഷേ അതിനകം കാലിയായിരുന്നു. അകത്തുണ്ടായിരുന്നത് ബുൾഹെഡും അമ്മയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ മാത്രമായിരുന്നു. അതോടെ മതനേതാവാണ് ബുൾഹെഡ് എന്ന് ക്വീൻലിൻ തിരിച്ചറിയുകയാണ്. പിന്നെ വൈകിയില്ല. ക്വീൻലിൻ നേരെ മതനേതാവിന്റെ പ്രഭാഷണം നടക്കുന്ന ഹാളിലേക്ക് ചെന്നു. വിശ്വാസികളുടെ മുമ്പിൽ വെച്ച് അയാൾ ആരാണെന്നും എന്താണെന്നും വെളിപ്പെടുത്തി. പിന്നാലെ ബുൾഹെഡിനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അവിടം കൊണ്ട് അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. മതനേതാവ് മരണപ്പെട്ടാൽ തൊട്ടടുത്ത കമാൻഡന്റ് മതവുമായി മുമ്പോട്ട് പോവുമായിരുന്നു. ആ തട്ടിപ്പ് മതം മുമ്പോട്ട് പോവരുത് എന്ന് ചിന്തിച്ച ക്വീൻലിൻ ജീവൻ വേണമെന്നുള്ളവർ രക്ഷപ്പെട്ടു പൊക്കോളാൻ അവിടെ വെച്ച് ഉത്തരവിടുന്നു. ശേഷം അവിടെ ഉണ്ടായിരുന്ന മതനേതാവിന്റെ അനുചരന്മാരായ മതം തലയ്ക്ക് പിടിച്ച എല്ലാവരെയും ക്വീൻലിൻ വെടിവെച്ച് കൊന്നുകളയുകയാണ്. അങ്ങനെ പിടികിട്ടാപ്പുള്ളി ലിസ്റ്റിലെ ആദ്യത്തെ ക്രിമിനലിനെയും താൻ കൊന്നുകഴിഞ്ഞു എന്ന അഭിമാനം തോന്നിയതും തിരികെ പോകുവാൻ ക്വീൻലിൻ തീരുമാനിക്കുന്നു. ഷിപ്പിൽ തിരികെ പോകുമ്പോൾ തന്നെ ക്യാപ്റ്റൻ ചെന്നിനെ ക്വീൻലിൻ കോണ്ടാക്ട് ചെയ്തു. താൻ ഒരു ഷിപ്പിൽ വരുന്നുണ്ടെന്നും തന്നെ അറസ്റ്റ് ചെയ്താൻ കാത്തു നിന്നോളാനും ക്വീൻലിൻ ക്യാപ്റ്റൻ ചെന്നിനോട് പറഞ്ഞു. ഷിപ്പ് അങ്ങോട്ടേക്ക് അടുക്കുമ്പോഴേക്കും ക്യാപ്റ്റൻ ചെന്നും പോലീസ് സംഘവും ക്വീൻലിനെ പിടികൂടുവാൻ അവിടെ എത്തിയിരുന്നു. സ്വമേധയാ ക്വീൻലിൻ അറസ്റ്റ് സ്വീകരിച്ചു. താൻ ചെയ്ത തെറ്റുകൾ ക്യാപ്റ്റൻ ചെന്നിനും കോടതിക്ക് മുമ്പിൽ ഏറ്റുപറഞ്ഞു. ക്വീൻലിനിന്റെ ആഗ്രഹം പോലെ തന്നെ തായ്വാനിലെ ഏറ്റവും വലിയ ക്രിമിനലായി ക്വീൻലിൻ മാറി. അവന് വധശിക്ഷയും കോടതി വിധിക്കുകയാണ്. ക്വീൻലിൻ ജയിലിൽ കഴിയുന്ന കാലയളവിൽ ഒരു ദിവസം പഴയ ഡോക്ടർ ചാൻ ക്വീൻലിനെ കാണുവാനെത്തി. അവരുടെ മുടിയൊക്കെ പറ്റ വെട്ടിയ രീതിയിലായിരുന്നു. ആ സമയം ക്വീൻലിനോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ ചാൻ ഒരു രഹസ്യം വെളിപ്പെടുത്തി. ക്വീൻലിന് യഥാർത്ഥത്തിൽ ക്യാൻസർ ഉണ്ടായിരുന്നില്ലെന്നും ക്യാൻസർ തനിക്കായിരുന്നെന്നും ക്വീൻലിൻ തെറ്റുകൾ വിട്ട് നന്മയിലേക്ക് വരാനും അന്ന് പോലീസിന് കീഴടങ്ങുമെന്ന് പ്രതീക്ഷിച്ചുമാണ് താൻ അത്തരത്തിലൊരു നുണ ക്വീൻലിനോട് പറഞ്ഞത്. പക്ഷേ അവൻ ചെയ്തതോ വലിയ 2 ക്രിമിനലുകളെ കൊല്ലാൻ തീരുമാനിക്കലായിരുന്നുവെന്നും ആ സമയത്ത് തനിക്ക് സത്യം പറയാൻ സാധിച്ചില്ലെന്നും ഡോക്ടർ തുറന്നു പറയുകയാണ്. പക്ഷേ ക്വീൻലിൻ ഡോക്ടറെ കുറ്റപ്പെടുത്തിയില്ല. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കിപ്പോൾ സമാധാനമുണ്ട്. കുറച്ച് നാളുകൾക്കപ്പുറം ക്വീൻലിന്റെ വധശിക്ഷ വരികയായിരുന്നു. തായ്വാനിലെ ഏറ്റവും വലിയ ക്രിമിനലിന്റെ വധശിക്ഷ. അതിനു മുമ്പ് അവസാന ആഗ്രഹമായി ക്യാപ്റ്റൻ ചാനിനടുക്കൽ ക്വീൻലിൻ ഒരു കാര്യം പറഞ്ഞു. മെയ്യെ അവസാനമായൊന്ന് കാണണം. മെയ്യെ കൊണ്ട് തന്റെ താടി ഷേവ് ചെയ്യിക്കണം എന്നായിരുന്നു അത്. ക്യാപ്റ്റൻ ചാൻ അതിനവസരമൊരുക്കി. വധശിക്ഷയ്ക്ക് മുമ്പ് മെയ് ക്വീൻലിനെ കാണാനെത്തി. അവന് ഷേവ് ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി. ആ അവസാന മുഹൂർത്തം ഏറെ വികാരനിർഭരമായിരുന്നു. മെയ്യും ക്വീൻലിനും ദുഃഖിതരായിരുന്നു. ക്വീൻലിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മെയ് അവന്റെ മുഖത്തെ രോമങ്ങൾ ഷേവ് ചെയ്തു കൊടുത്തു. ക്വീൻലിൻ മെയ്ക്ക് കൊടുക്കാൻ പറഞ്ഞ് ക്യാപ്റ്റൻ ചാനിനെ ഏൽപ്പിച്ച് മുത്തശ്ശിയുടെ വാച്ച് ക്യാപ്റ്റൻ മെയ്ക്ക് കൈമാറി. മെയ്യാകട്ടെ ക്വീൻലിനു വേണ്ടി ഒരു സ്യൂട്ട് കൊണ്ടുവന്നിരുന്നു. അതിൽ ഒരു പിങ്ക് പിക്കിന്റെ ഫോട്ടോയും അവൾ ഒട്ടിച്ചിരുന്നു. ആ വസ്ത്രമായിരുന്നു വധശിക്ഷയ്ക്ക് അവനണിഞ്ഞത്. വധശിക്ഷ നടക്കുന്ന സമയം സെഡേഷൻ സ്വീകരിക്കാൻ ക്വീൻലിൻ തയ്യാറായില്ല. മരണശേഷം തനിക്കേറെ പ്രിയപ്പെട്ട മുത്തശ്ശിയുടെ അടുത്തേക്ക് മനസ്സുകൊണ്ടെങ്കിലും നല്ലൊരു വ്യക്തിയായി എത്താം എന്ന് പ്രതീക്ഷിച്ച് ക്വീൻലിൻ മരണശിക്ഷ ഏറ്റുവാങ്ങുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുകയാണ്.